ഗണേഷ് കുമാർ രാജിയിലേക്ക് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. വാളകത്തെ വീട്ടിൽ നിന്നും അദ്ദേഹം പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പക്ഷേ വിനീഷ് തുടരുന്നുണ്ട്. വിനീഷ്, വാളകത്തെ വീട്ടിൽ മാധ്യമപ്രവർത്തകർ ഒരുപാട് ശ്രമിച്ചു. സാധാരണ മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ച് മടങ്ങുന്ന ഒരു ആളാണ് ഗണേഷ് കുമാർ. ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം വളരെ പെട്ടെന്ന്. സാറെന്നും പറയാനുണ്ടോ? വിനീഷ്, സാധാരണ മാധ്യമങ്ങളോടൊക്കെ ഇത്തരം വിഷയങ്ങൾ സംസാരിച്ച് മടങ്ങുന്ന ഒരാളാണ്. പക്ഷെ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ തോന്നുന്നു. ഗണേഷ് കുമാറിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കാണുമ്പോൾ മാധ്യമങ്ങളെ അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്, തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുകയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഗണേഷ് കുമാറുമായി അടുപ്പമുള്ള ആരെങ്കിലുമായി സംസാരിക്കാൻ സാധിച്ചോ? തീർച്ചയായും രഞ്ജിത്ത്, നമ്മള് തുടക്കം തന്നെ അവിടെ എത്തിയപ്പോൾ തറവാടിന്റെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ഗേറ്റ് അടയ്ക്കാറില്ല. മാധ്യമങ്ങൾ വന്നാലും മറ്റ് ആര് വന്നാലും ഗേറ്റ് തുറന്നിടുന്നൊരു ഇതാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ ഇന്ന് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗേറ്റ് അടച്ചിട്ടാക്കുകയായിരുന്നു. മാധ്യമങ്ങൾക്കകത്തേക്ക് പ്രവേശനമില്ലാത്ത തരത്തിൽ ഉള്ള സമീപനം തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അറിയാൻ കഴിഞ്ഞത് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ലഭ്യമാവില്ല, മന്ത്രി പ്രതികരിക്കില്ല എന്നുള്ള ഒരു വിവരങ്ങൾ നമുക്ക് ആദ്യം തന്നെ ലഭ്യമായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 8:30 ആകുമ്പോൾ മന്ത്രി വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നതാണ്. പക്ഷേ 8:30 കഴിഞ്ഞ് ഒരു 9 മണിയായിട്ടും മന്ത്രി ഇറങ്ങിയില്ല. ഒരുപാട് വൈകിയാണെന്ന് ഇറങ്ങിയതും. ഒരു 9 മണി കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഔദ്യോഗിക വാഹനത്തിൽ കയറി പോയത്. പക്ഷേ എന്തെങ്കിലും പ്രതികരിക്കും എന്ന് കരുതി. കാരണം അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ഭാര്യ തുറന്നു പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്നും എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകും എന്നുള്ളത് തന്നെയായിരുന്നു നമ്മൾ ആരാഞ്ഞതും. പക്ഷേ മന്ത്രി ഒന്നും പ്രതികരിക്കാൻ തയ്യാറില്ല. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, സോഷ്യൽ മീഡിയയിൽ ഇത്തരം പ്രതികരണങ്ങൾ തികച്ചും രാഷ്ട്രീയമാണ്, ഇതൊന്നും പത്തനാപുരം മണ്ഡലത്തിലുള്ളവർ ഇതൊന്നും ചെവിക്കൊള്ളില്ല. കാരണം തന്നെ അറിയാം, തന്റെ എക്സ്റേ മണ്ഡലത്തിലുള്ളവർക്ക് അറിയാം എന്നുള്ളതായിരുന്നു. അത്രത്തോളം ഉറപ്പായിട്ട് തന്നെയായിരുന്നു മന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കാരണം സംശയമുണ്ടെങ്കിൽ എന്റെ പിന്നിൽ നിൽക്കുന്ന ജനങ്ങളോട് നിങ്ങൾ ചോദിക്കുന്നതടക്കമോ അത്രത്തോളം നല്ല ഉറപ്പായിട്ടായിരുന്നു മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും അയാൾ നിഷേധിച്ച സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷമാണ് മന്ത്രിയുടെ ഭാര്യ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയത്. തെളിവ് സഹിതം തന്റെ കയ്യിലുണ്ട്, ഇതിന്റെ ദൃശ്യങ്ങളുണ്ട്. വീട്ടിൽ സൂചിപ്പിച്ചതുപോലെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടതായിട്ടുള്ള ഫോട്ടോ തന്റെ പക്കലുണ്ട് എന്നടക്കം തെളിവുകൾ സഹിതം താൻ പുറത്തുവിടും, അല്ലെങ്കിൽ അത് പക്ഷെ നിയമപരമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നടക്കം ഭാര്യ പറയുന്നുണ്ടെങ്കിലും ഇതിൽ നടപടിയെടുക്കണം. ആ സമയം ഭാര്യ 112 വിളിച്ച് തനിക്ക് സംരക്ഷണം ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് അവിടെ വന്നിട്ട് തനിക്ക് സംരക്ഷണം നൽകിയില്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നുള്ള ഒരു ആരോപണം അന്നേരം തന്നെ വെളിപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ KSU വൈസ് പ്രസിഡന്റായ യദുകൃഷ്ണൻ ഈ സംഭവങ്ങൾ കാട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും DGPക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ ഒരു സംഭവത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം, മന്ത്രിക്കെതിരെ നടപടിയെടുക്കണം. അതുപോലെ തന്നെ മന്ത്രിയുടെ ഭാര്യയെ തടഞ്ഞു വെച്ചതടക്കമായിരുന്നു വെളിപ്പെടുത്തലുണ്ടായത്. ഇതിലൊരു അന്വേഷണം വേണമെന്നത് കാട്ടിയായിരുന്നു DGPക്ക് പരാതി നൽകിയത്. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് വീണ്ടും പ്രതിഷേധങ്ങൾ പത്തനാപുരം മണ്ഡലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഇടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് വേണം കരുതാൻ. അരുൺ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അരുൺ, മന്ത്രിസഭാ യോഗത്തിലേക്ക് മന്ത്രിമാർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ശശീന്ദ്രന്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. ഗണേഷ് കുമാർ അല്പസമയത്തിനകം വാളകത്തെ വീട്ടിൽ 9 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് 10 മണിക്കകം എത്തുമെന്ന് പ്രതീക്ഷിക്കാം. മന്ത്രിസഭാ യോഗം 10 മണിക്കാണല്ലോ. ഇടതുമുന്നണി ഏതാണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് കരുതാമോ? രാജി വേണമെന്ന ആവശ്യം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉന്നയിച്ചു കഴിഞ്ഞോ?
CPI അടക്കമുള്ള പ്രധാന കക്ഷികളും ആ തരത്തിലുള്ള നിലപാടിലാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. രാജിയല്ലാതെ മറ്റൊരു പോംവഴി ഗണേഷ് കുമാറിന്റെ മുന്നിലില്ല എന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ സൂചനകൾ പ്രകാരം മനസ്സിലാക്കേണ്ടത്. കാരണം മറ്റൊരു വഴിയുമില്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് അറിഞ്ഞ പരാതിയാണ്. ഇന്നലെ ബിന്ദു മേനോന്റെ വെളിപ്പെടുത്തലുകൾ ഏറ്റവും നിർണായകം മുഖ്യമന്ത്രിയുടെ മകളോട് ശനിയാഴ്ച തന്നെ ഇത് പറഞ്ഞിരുന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മകളോട് പറയുമ്പോൾ അത് മുഖ്യമന്ത്രി അറിയേണ്ടതാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും 112 വിളിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു കോൾ റെക്കോർഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇത്തരം ഒരു പരാതി റെക്കോർഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പോയത് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വാളകത്തെ വീട്ടിലേക്കാണ്. അതും അവരുടെ രേഖകളിലുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അത് പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഫയലായി എത്തിയിരിക്കണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു ഉത്തരവാദിത്തം കൂടി വർദ്ധിക്കുകയാണ് മുഖ്യമന്ത്രിക്ക്. എന്തുകൊണ്ട് അത് അറിഞ്ഞ ശേഷം നടപടിയെടുക്കുന്ന ചോദ്യത്തിന് സ്വാഭാവികമായും ഒരു മന്ത്രിയാണ് ആ ഒരു പരാതി ഉയർന്നിട്ടില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ വിശദീകരണത്തിന് സമയം മുഖ്യമന്ത്രിക്ക് എടുക്കാം. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ഇന്നലെ ഉച്ചയോടുകൂടി വൈകുന്നേരത്തോടുകൂടി കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. വെറുതെ ഒരു ആരോപണമല്ല, മന്ത്രിയുടെ ഭാര്യയുടെ തന്നെ ആരോപണമാണ്. അവരുടെ പക്കൽ അതിനുള്ള തെളിവുകളുണ്ട് എന്ന് പറയുന്നു. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിൽ ഒരാൾ അവരെ കയ്യേറ്റം ചെയ്തു എന്ന് പറയുന്നു. സ്വാഭാവികമായും പ്രതിപക്ഷം ചോദിക്കുന്നത് മന്ത്രിയുടെ പത്നിക്ക് പോലും മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും സുരക്ഷയില്ലാത്ത നാടായാണോ കേരളം മാറുന്നത്? അവിടെ പോലും പരാതി വരുമ്പോൾ പോലീസ് എന്തുകൊണ്ട് നടപടിയെടുക്കുന്ന തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത, ഉത്തരവാദിത്തം പോലീസ് മന്ത്രി കൂടിയായ ആഭ്യന്തര മന്ത്രി കൂടിയായ പിണറായി വിജയനുണ്ട് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് CPM-ൽ ഇടതുമുന്നണിയിൽ പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് AK ശശീന്ദ്രനെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ 24 മണിക്കൂറിനുള്ളിലാണ് രാജിവെക്കാൻ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. പിന്നീട് ആരോപണങ്ങൾ ശരിയല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ മറ്റ് കേസുകളില്ല എന്ന സാഹചര്യത്തിലാണ് ശശീന്ദ്രൻ തിരിച്ചു വന്നത്. മുകേഷിനെതിരെ രാജിവെക്കാൻ ആവശ്യപ്പെടാത്തത് അന്ന് CPM സ്വീകരിച്ച ഒരു നിലപാട്, അധികാര സ്ഥാനങ്ങൾ എക്സിക്യൂട്ടീവ് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് വേണമെങ്കിൽ രാജിവെക്കാം. ഒരു ആരോപണം വരുമ്പോൾ രാജിവെച്ച് MLA ആയി തുടരാം. പക്ഷേ MLA രാജിവെച്ചാൽ പിന്നീട് കുറ്റാരോപണമെല്ലാം തെളിഞ്ഞാൽ പോലും തിരികെ വരാൻ അവസരമില്ല. അതാണെന്ന് പറഞ്ഞ ന്യായം. ഇവിടെ ഈ അന്ന് CPM സംസ്ഥാന സെക്രട്ടറി മുകേഷിന്റെ കാര്യത്തിലൊക്കെ വാർത്താക്കുറിപ്പ് പറഞ്ഞതുപോലെ എക്സിക്യൂട്ടീവ് പദവിയിരിക്കുന്ന ആളാണ് KB ഗണേഷ് കുമാർ. അദ്ദേഹത്തിന് മന്ത്രിയാണ് അദ്ദേഹം. സ്വാഭാവികമായും അദ്ദേഹം അവിടെ രാജിവെച്ചാൽ അദ്ദേഹത്തിന് മടങ്ങി വരാൻ അവസരമുണ്ടാകും. തെറ്റുകാരനല്ല, അല്ലെങ്കിൽ ആരോപണങ്ങൾ ശരിയാണെന്ന് അദ്ദേഹത്തിന് MLA സ്ഥാനത്തേക്ക് വരാൻ വീണ്ടും അവസരമുണ്ടാകും. ആ ഒരു ന്യായം പരിഗണിച്ചാൽ പോലും ഗണേഷ് കുമാർ രാജി അനിവാര്യമായി മാറുമെന്ന് ഉറപ്പാണ്. മാത്രമല്ല, സ്ത്രീ സുരക്ഷയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. നടൻ ദിലീപിനെ പോലെ ഏറ്റവും ജനപ്രിയനായ ഒരു താരത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട സർക്കാരാണ്. ആ കേസിലെ അതിജീവതയെ എപ്പോഴും ചേർത്ത് നിർത്തുമെന്ന് പറയുന്ന സർക്കാരാണ്. ധൈര്യമായി മുന്നോട്ട് പോകണം എന്ന് ആവർത്തിച്ച് അതിജീവതയോട് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ളൊരു മന്ത്രി സ്വന്തം വീട്ടിൽ ഭാര്യമാരെ പോലും തല്ലുന്ന മന്ത്രിമാരെ എങ്ങനെ സംരക്ഷിക്കുന്നുവെന്ന് ഉമ്മൻചാണ്ടിയോട് ചോദിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവായ VS അച്യുതാനന്ദനാണ്. മുഖ്യമന്ത്രി കിട്ടിയ പരാതി